പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജുമുഅക്ക് പോകുമ്പോൾ റജുലുൻ ഹദറഹാ ബിഇൻസാത്തിൻ, ഇമാം മിമ്പറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോൺ പോലും നോക്കാൻ പാടില്ല. മൻ മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, ചരൽക്കല്ലിൽ കൊണ്ട് കൈ തൊട്ടാൽ അവർ ഖുതുബയോടുള്ള അദബ് പാലിച്ചില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ചരൽക്കല്ല് എന്ന് പറയാൻ കാരണം? അന്ന് പള്ളിന്റെ ഉള്ളിൽ ചരൽക്കല്ലാണ്, ടൈലില്ല, കാർപ്പറ്റില്ല, ചരൽക്കല്ലായിരിക്കും. അതുകൊണ്ട് ആ കല്ല് തൊട്ടു വെറുതെ ഇങ്ങനെ മിനിസുണ്ടോ അല്ലേ എന്നൊക്കെ വെറുതെ നോക്കിയായിരിക്കും. അയാൾക്ക് പോലും ഖുതുബയുടെ കൂലി നഷ്ടപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൊബൈൽ നോക്കിയാലോ എന്തായാലും പോകുന്ന ഉറപ്പല്ലേ? പേഴ്സ് എടുത്ത് നോക്കി, അല്ലെങ്കിൽ സീലിംഗ് മൊത്തം ഡിസൈനിങ് നോക്കിയിരിക്കുകയാണ്. ഇമാം ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റാണ് നടക്കുന്നത്. ഇനി തിരിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ദിക്റാണത്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. മിണ്ടാണ്ടിരിക്കണം. ഖുതുബ ഓതുമ്പോൾ ഖുർആൻ ഓതാൻ പാടില്ലല്ലോ, അറിയാലോ. ചിലർ ഖുതുബ ഓതുമ്പോൾ അറിയാതെ അങ്ങ് തസ്ബീഹ് ചൊല്ലും, ചെല്ലാൻ പാടില്ല എന്നാണ്. ഖുതുബ നടക്കുമ്പോൾ തസ്ബീഹ് എല്ലാം പാടില്ല. ഇമാമിന്റെ ഖുതുബയെ തിരിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണമെന്നാണ്. അതൊരു അദബാണ്. ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഓടി വരണം എന്നാ പറഞ്ഞത്. അവിടെ പിന്നെ വേറെ ഡിസ്റ്റർബൻസ് പാടില്ല. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. പള്ളി കമ്മിറ്റിക്കാർക്ക് അവിടെ എന്തായാലും ഒരു പിരിവൂട്ടൽ ആവശ്യക്കാരാണ്. അപ്പൊ ബക്കറ്റ് കൊടുത്തേക്കും. ഇമാം ഖുതുബ തുടങ്ങേണ്ട മുമ്പ് കൊടുത്തയച്ചോളി, അല്ലെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട്. ഈ ഖുതുബ നടക്കുന്ന ഇങ്ങനെ കൊടുത്തേക്കുക. മമ്മസ്സൽ ഹസ്വാ ഫഖദ് ലഗാ, അവരെ പേഴ്സ് എടുത്ത് ചില്ലറ എടുത്ത് മാറ്റുമ്പോൾ പോയില്ലേ, ജുമയുടെ ഖുതുബന്റെ കൂലി പോയില്ലേ. ഖുതുബ നടക്കുമ്പോൾ ചെയ്യരുത്, ഖുതുബന്റെ മുമ്പ് ചെയ്തോളി. ഖുതുബ കഴിഞ്ഞിട്ട് ബക്കറ്റ് ഇങ്ങനെ വിട്ടോളി, കുഴപ്പമില്ല. ഖുതുബ നടക്കണേ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖുതുബന്റെ കൂലി നഷ്ടപ്പെട്ടു. നാട്ടിലുണ്ട് അങ്ങനെ ഇല്ലല്ലോ, അൽഹംദുലില്ലാ. നല്ല വിവരമുള്ള ഉസ്താദന്മാർ നാട്ടിലുണ്ടായ നല്ല സുഖമാണ്, കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതങ്ങനെ നടക്കും. നാട്ടുകാരിങ്ങനെ ഖുതുബ കൂലി അങ്ങ് പോവല്ലേ. ആരാണോ അത് ചെയ്തു വെക്കണത് അവരിതിന്റെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് വറജുലുൻ ഹദറഹാ ബിഇൻസാത്ത്, മൗനമായി ജുമുഅയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കണം. ഖുതുബ തുടങ്ങിയാൽ ഇമാം മിമ്പറിൽ കയറി മിമ്പറിൽ നിന്ന് ഇറങ്ങുന്നവരെ സ്ട്രിക്റ്റ് ഡിസിപ്ലിനാണ്. ഒരു നിലക്കും മറ്റൊരിടത്തേക്കും ശ്രദ്ധ പോകാതെ ആ ദിക്റിലേക്ക് ശ്രദ്ധിച്ചിരിക്കുക. അല്ലാഹുവിന്റെ ദിക്റാണത് എന്ന ബോധ്യത്തോടുകൂടെ